നല്ല പെയിൻ കണ്ടോ. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ടാങ്കിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, ഉണങ്ങണം. അതുവരെ എന്ത് ചെയ്യുന്നാണ് ചോദിച്ചത്. ഇവിടെ ഉള്ളതാണ്, അവിടെ മൊത്തം വെള്ളം നനവുണ്ട്, ഷോക്ക് അടിച്ചാൽ കഷ്ടമാണ്. അതെ, ബുദ്ധിമുട്ടാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്നാണ്. ഇന്ന് അമ്മൂനോട്, വൈഫിനോട് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ന്യൂ ഇയറിൻ്റെ തലേന്നൊക്കെ ഉച്ചവരെ ഹാഫ് ഡേ വർക്കിംഗ് ഡേ ആണ്, വന്നേ പറ്റൂത്രേ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ന്യൂ ഇയറിനെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം പോയിട്ട് ഹാഫ് ഡേ ജോലി എടുപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇന്നിവിടെ രാവിലെ മൊത്തം ഒരു ക്ലൗഡി ആയിട്ടാണ് തോന്നണത്. കേരളത്തിൽ എന്താ പാട്? ഇപ്പോൾ വെയിലാണോ, മഴയാണോ, അതോ മഞ്ഞാണോ, അതോ ഇതുപോലെ ക്ലൗഡി ആയിട്ടുള്ള അവസ്ഥയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഇത് പഴയ ഐഫോൺ 7 ഷൂട്ട് ചെയ്യുന്നത്. മൂക്കിൻ്റെയൊക്കെ ഈ പോർഷനിൽ കാണാം ഒരു ബേൺ ആയിട്ടുള്ള ഒരു എഫക്റ്റ്. ക്യാമറ പോരാ. അമ്മൂനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബൈക്കിൻ്റെ ഒരു നല്ല പണി കിട്ടി. ആക്സിലേറ്റർ കേബിൾ ഓടിക്കും. അതിനുശേഷം കുറേ ദൂരം തള്ളി വർക്ക്ഷോപ്പിലെത്തി സ്പെയർ പാർട്സ് കടയിൽ പോയി സാധനം വാങ്ങി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് കുടുങ്ങിയത്. തിരിച്ച് പറഞ്ഞ വഴിക്ക് 1-2 ഷോപ്പിങ്ങും കൂടി. അങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല പെയിൻ കണ്ടോ. അമ്മുവിൻ്റെ കാലുമ്മ ആ മോതിരം, അതായത് മിട്ടിയിട്ടിട്ട് നല്ല പെയിന്, അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടത് മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങാനായിട്ട് ഞങ്ങൾ കയറി. വർക്ക്ഷോപ്പ് കയറി ബൈക്ക് റിപ്പയർ ചെയ്തു. അമ്മുവിന് കാലിലിടാനുള്ള മിട്ടി വാങ്ങി. ഇപ്പോൾ അതാ വീട്ടിൽ തിരിച്ചെത്തിയ നേരമാണ്. 1:30 മണിയായി. ഇനി വല്ലതും കഴിക്കണം. ഈ കേരളത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ സിന്ദൂരം വെക്കുന്ന പോലെ തമിഴ്നാട്ടിൽ മിട്ടിയല്ലേ ഇടുക കാലിൻ്റെ മുകളിൽ. അമ്മോ, പ്ലംബർ വന്നിരുന്നു. മൂപ്പർ എന്താ പറയണ വെച്ചാൽ ടാങ്കിൻ്റെ ഉള്ളിലത്തെ ചോർച്ച നിർത്താം, അതിനുള്ളിൽ സിമെൻറ്റ് ഇട്ടാൽ മതി. 4 ദിവസത്തിന് പിന്നെ ആ ടാങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ടാങ്കിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, ഉണങ്ങണം. അതുവരെ എന്ത് ചെയ്യുന്നാണ് ചോദിച്ചത്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താ വെച്ചാൽ കുഴപ്പമില്ല, വേറൊരു പൈപ്പ് താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിട്ട് ആ പൈപ്പിലൂടെ നമ്മൾ ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കുക, മോട്ടർ ഇട്ടതിന് ശേഷം. ടാങ്കിലേക്ക് പോവില്ല. അതിന് ശേഷം ടാങ്ക് ഉണങ്ങിയതിന് ശേഷം മൂപ്പർ ടാങ്കിലേക്ക് കണക്ഷൻ തന്നോട്ടേന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചുമരിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം നിർത്താൻ പറ്റുള്ളൂ. കാരണം ടാങ്കിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ലീക്കാണ്. അപ്പോൾ അത് നമുക്ക് താൽക്കാലികമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാലും അത് നമുക്ക് ചെയ്തെടുത്തേ പറ്റുള്ളൂ. കാരണം ഭാവിയിൽ വീടിൻ്റെ ഈ സ്റ്റെബിലിറ്റീനെ ബാധിക്കും. കാരണം ഇങ്ങനെ ചുമരുമ്പോൾ ഒരു നനവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതാണ്, അവിടെ മൊത്തം വെള്ളം നനവുണ്ട്, ഷോക്ക് അടിച്ചാൽ കഷ്ടമാണ്. അതെ, ബുദ്ധിമുട്ടാണ്. കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതല്ലേ അയാളെ മിട്ടി എന്ന് പറഞ്ഞിരുന്നത്? മലയാളീസ് ഉണ്ടല്ലോ, നാട്ടിലും കൂടി കാണണ്ടല്ലോ. നാട്ടിലോ? ഏത് മലയാളി? ഞാൻ കാണാറുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് തമിഴന്മാരും തമിഴത്തികളും മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ അത് മലയാളീസും കൂടി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇത് ഇടണമെന്നുള്ള ഒരു അങ്ങനത്തെ കൾച്ചറിലുള്ള നാടല്ലേ ഇത്, തമിഴ്നാട് എസ്പെഷ്യലി. ഒരു ഡസൺ തുണികളുണ്ടല്ലോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെന്താ കൊടുക്കാൻ പ്ലാന്? അത് ഒരു കൊല്ലായോടെ ഇരിക്കണോ? അതാ പറയണത്, ഒരു ഡസൻ്റെ ആൾക്ക് അമ്മ കുറച്ചായി വാങ്ങിക്കും. പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുന്ന് ആരോ തന്നു പോകുന്നുണ്ട്, ഗിഫ്റ്റ് ചെയ്തു. അത് കൊടുക്കണം. ഞായറാഴ്ച ആയിട്ട്, ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ആരും ഉണ്ടാവില്ല, ഞായറാഴ്ച പോയി കൊടുക്കാം. എന്താ നിങ്ങൾക്ക് തിന്നൊന്നും കുടിക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്താ ഒന്നും വേണ്ടാത്തേ? ഒരു മുട്ടദോശ ഉണ്ടാക്കി. മുട്ടദോശയോ? ഓംപ്ലേറ്റ് എന്നാണ് അതിന് പറയാ, മുട്ടദോശ എന്നല്ല പറയാ. ലോകത്ത് ആരെങ്കിലും ഈ ഓംപ്ലേറ്റിന് മുട്ടദോശ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാണണം കേസ്. ഇത് നോക്കിയേ, ഒരു കട്ടില് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു കട്ടിൽ ഇവിടെ ഉണ്ടായിട്ട് അത് തുണി മടക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ആള് നിലത്തേ കിടക്കുള്ളൂ. നിലത്ത് കിടന്ന് എണീക്കാനും പാത്രം പോകാനൊക്കെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. അമ്മക്ക് ഇതാ മുട്ട ഓംപ്ലേറ്റ് കൊടുത്തു, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മതിയോ? അതുകൊണ്ട് വിശപ്പൊക്കെ മാറുമോ? ധാരാളം. ചെറുപയർ ദോശ, സത്തുമാവ് ദോശ. ആര് ചൊത്തനോ?
അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് അടിപൊളിയാവട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.